വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മമതയുടെ സ്ഥാനം ഇനി ബംഗാളിനും പടിക്ക് പുറത്താകും. ബംഗാളിലെ ജെൻസി യുവാക്കൾ ബി.ജെ.പിയുടെ വികസന മാതൃകയിൽ വിശ്വാസം അർപ്പിച്ചു കഴിഞ്ഞു. പുതിയ തലമുറയാകട്ടെ മാറ്റത്തിന്റെ പാതയിൽ തന്നെ സഞ്ചരിക്കുമ്പോൾ ബി.ജെ.പിക്ക് ഇത് കൂടുതൽ മുന്നേറാൻ സാധിക്കും എന്നതിലും സംശയമില്ല. മമതയുടെ ഭരണത്തിൽ അവിടെ എത്തുന്ന യുവാക്കളാകട്ടെ വീർപ്പ് മുട്ടി കഴിയുകയായിരുന്നു. എന്നാൽ ഒടുവിൽ ഇപ്പോൾ ബി.ജെ.പിയുടെ ഈ ഒരു പ്രഖ്യാപനത്തോടു കൂടി തന്നെ തങ്ങൾക്ക് അതിൽ നിന്നും ഒരു മോചനം ഉണ്ടാകാൻ പോവുകയാണ് എന്ന് തന്നെ അവർ വിശ്വസിക്കുന്നു. ഇന്നിന്റെ ഈ ഒരു കാലഘട്ടത്തിൽ യുവതലമുറയുടെ അല്ലെങ്കിൽ അവർക്ക് മാത്രമേ രാജ്യത്തിന്റെ വികസന രേഖ തയ്യാറാക്കാൻ സാധിക്കൂ എന്ന് മനസ്സിലാക്കിയ മോദിയുടെ ആ ഒരു കൂർമ്മ ബുദ്ധി തന്നെയാണ് ഈ മാറ്റങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത്. അദ്ദേഹം യുവാക്കൾ ചിന്തിക്കുന്നത് പോലെ തന്നെ ചിന്തിക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങൾ സ്വായത്തമാക്കിക്കൊണ്ട് തന്നെ അത് ആവിഷ്കരിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. എന്നാൽ ആ ശ്രമം ഇപ്പോൾ ബംഗാളിന്റെ മണ്ണിലും യാഥാർത്ഥ്യമായി തന്നെ എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ബംഗാളിലെ ജെൻസി തലമുറ ബി.ജെ.പിക്കൊപ്പം തന്നെ നിൽക്കാൻ തയ്യാറായിരിക്കുന്നു എന്ന വാർത്ത. ഇനി മമതയുടെ ദുർഭരണത്തിന് ഒരു അന്ത്യമുണ്ടാകുമെന്ന് തന്നെ വ്യക്തമാക്കുകയാണ്. മോദിയുടെ കീഴിൽ ഇനി ബംഗാൾ സുരക്ഷിതമാകും. യുവാക്കളെ കൊണ്ട് മാത്രമേ ഇനി ബംഗാളിൽ മാറ്റത്തിന്റെ പുത്തൻ ചിന്താഗതികൾ ആവിഷ്കരിക്കാൻ സാധിക്കൂ എന്ന് തന്നെ മോദി മനസ്സിലാക്കുകയും അതനുസരിച്ച് തന്റെ മാർഗരേഖ തെളിയിക്കുകയുമാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് എന്നതാണ് ഇവിടെ യാഥാർത്ഥ്യം. അതേസമയം മമതയ്ക്കെതിരെ അതിരൂക്ഷമായ വിമർശനമായിരുന്നു മോദി അഴിച്ചുവിട്ടത്. മുംബൈ നഗരസഭയിൽ അടക്കം തന്നെ ബി.ജെ.പി നേടിയ ചരിത്ര വിജയം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം ഒരു റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് മമതയ്ക്കെതിരെ വലിയ രൂക്ഷ വിമർശനം അഴിച്ചുവിട്ടത്. ബംഗാളിലെ മമതാ ബാനർജി സർക്കാരിനെ ക്രൂരവും നിരുത്തരവാദപരവും എന്ന് വിശേഷിപ്പിച്ച അദ്ദേഹമാകട്ടെ തൃണമൂൽ കോൺഗ്രസിനെ അധികാരത്തിൽ നിന്ന് തൂത്തെറിയാൻ ആഹ്വാനം ചെയ്യുകയാണ് ഉണ്ടായത്. അതേപോലെ തന്നെ ബി.ജെ.പി അവിടെ വലിയ രീതിയിൽ വേണമെന്ന അല്ലെങ്കിൽ മാറ്റത്തിന്റെ ഒരു കണികയെങ്കിലും വേണമെന്ന് പ്രധാനമന്ത്രി അവിടെ വിളിച്ചു പറഞ്ഞപ്പോൾ ബി.ജെ.പി സർക്കാർ തന്നെ തങ്ങൾക്ക് വേണം എന്ന ആവേശഭരിതമായിട്ടുള്ള ജനക്കൂട്ടത്തിന്റെ ശബ്ദമാണ് അവിടെ ഉയർന്നത്. മഹാരാഷ്ട്രയിലെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ബി.ജെ.പി നേടിയ റെക്കോർഡ് വിജയമാകട്ടെ അത് അവിടെ രാജ്യത്തിന്റെ രാഷ്ട്രീയ ദിശ മാറ്റുന്നതാണ് എന്ന് തന്നെ പ്രധാനമന്ത്രി പറയുകയാണ് ചെയ്തത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നഗര സംരംഭങ്ങളിൽ ഒന്നായ BMCയിൽ 3 പതിറ്റാണ്ട് നീണ്ട താക്കറെ കുടുംബത്തിന്റെ ആധിപത്യം അവിടെ തകർത്തെറിയാൻ ബി.ജെ.പി ഷിൻഡെ സഖ്യത്തിന്, അതായത് മഹായുതി സഖ്യത്തിന് അവിടെ സാധിച്ചു എന്നതാണ് ഇവിടെ അദ്ദേഹം എടുത്തു പറഞ്ഞിരിക്കുന്നത്. ബി.ജെ.പിക്ക് ജയിക്കാൻ കഴിയില്ല എന്ന് പലരും വിചാരിച്ച കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് പോലും ബി.ജെ.പി ആദ്യത്തെ മേയറെ തിരഞ്ഞെടുത്തു. പാർട്ടിയുടെ സ്വീകാര്യത വർദ്ധിപ്പിക്കുന്നതിന്റെ തെളിവായി തന്നെ അദ്ദേഹം അത് എടുത്തു പറയുകയാണ് ചെയ്തത്. ഇന്നത്തെ യുവാക്കൾ, അതായത് പ്രത്യേകിച്ച് ജനറേഷൻ സെഡ്, അതായത് ജെൻസി, ബി.ജെ.പിയുടെ വികസന നയങ്ങളിലാണ് പ്രതീക്ഷ അർപ്പിക്കുന്നത്. ബംഗാളിലും ഇത് മാറ്റത്തിന്റെ ദൃശ്യമായി തന്നെ എടുത്തു കാണിക്കാൻ കഴിയുമെന്നും അദ്ദേഹം ഇവിടെ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.